എന്നെ പരിചയപ്പെടാന്ന് പറഞ്ഞിട്ടാണ് ചെക്കന്മാർ കൂട്ടിക്കൊണ്ടുപോയത്. ഞാൻ ചോറൊന്ന് കഴുകി നേരത്താണ് അവർ വന്നത്. എന്നിട്ട് 10th Fൻ്റെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കുറേ ചെക്കന്മാർ കൂടിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു ചെക്കൻ വേഗം വന്നിട്ട് കത്രിക കൊണ്ട് ഇവിടെ കുത്തി കീറി. അപ്പോഴത്തേക്ക് അവൻ പോയി. എന്നിട്ട് വേറൊരു ചെക്കൻ വന്ന് ചവിട്ടിയിട്ടിട്ട് കുത്താണ് ചെയ്തത്. നെഞ്ചത്തേക്ക് കുത്താൻ ശ്രമിച്ച്. അപ്പം ഞാൻ പിടിച്ചു വെച്ചപ്പോഴാണ് ഇങ്ങോട്ട് കുത്തിയത്. അത് നെഞ്ചത്ത് ഇവിടെ ഇതുണ്ട്, മുറിവുണ്ട്. പിന്നെ ഇവിടെ തലയിലുണ്ട്. പിന്നെ ഇവിടെ ഇടിച്ചിട്ട് കമ്മൽ ഉള്ളിലേക്ക് കയറി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിൽ ഇടിച്ചിട്ട് നീര് വെച്ചിട്ടുണ്ട്. മൂക്കിലിടിച്ചിട്ട് മൂക്ക് നീര് വെച്ചിട്ടുണ്ട്. ഇപ്പം മോൻ്റെ ആരോഗ്യാവസ്ഥ എങ്ങനെ? മോന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല? ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, വെള്ളം മാത്രം കുടിക്കാൻ പറ്റുന്നുള്ളൂ. എന്നിട്ട് എന്താണ് ടീച്ചർമാരോട് പറയണ്ടായത്? എന്തുണ്ടായി അവിടെ? ടീച്ചർമാർ കുട്ടികളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരെല്ലാവരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ അടിച്ചാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ടീച്ചർമാർ കൊണ്ടുപോയി? ആരാ കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക്? എൻ്റെ ക്ലാസ് ടീച്ചറും അവിടുത്തെ സാറും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിലേക്ക്. ഓക്കെ. മോന് തീരെ വയ്യായിരുന്നു അല്ലേ അവിടെ എത്തുമ്പോൾ? ഓക്കെ. ഈ കുട്ടികളൊക്കെ കണ്ടറിയോ ആരൊക്കെ അടിച്ചത്? പേരുകൾ അറിയില്ല അല്ലേ, പുതിയതായിട്ട് വന്ന കാരണം? പേരറിയില്ല. മോൻ എന്തെങ്കിലും മോന്റെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട? എന്തെങ്കിലും? ഒന്നും ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും പറയോ? ഒന്നും ഉണ്ടായിട്ടില്ല. വെറുതെ എന്താ അതൊന്ന് പറയോ വിശദമായിട്ട്? ഇവര് പരിചയപ്പെട്ടതാണ് കൊണ്ടുപോയത്. ഇന്നലെയാണ് കാണുന്നത് ആദ്യമായിട്ട് ഇവരെ. ഞാൻ പുതിയതായി പോയതായിരുന്നു അങ്ങോട്ട്. അപ്പോൾ ഇന്നലെ പരിചയപ്പെടാന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞിരുന്നു, നിന്നെ ഇവിടെ വെച്ച് ഉറപ്പിക്കില്ല, സ്കൂളിൽ വെച്ച് ഉറപ്പിക്കില്ല, അങ്ങനെ പറഞ്ഞിട്ടാണ് എന്നെ അടിച്ചത്. പ്രത്യേകിച്ച് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അവരായിട്ട് ശത്രുതയോ ഒരു പ്രശ്നമില്ല? ഇന്നലെയാണ് കാണുന്നത് ആദ്യമായിട്ട് അവരെ. നേരെ വന്നു അടിച്ചു, കുത്തി കയറി. കുത്തി പിന്നെ അടിക്കും.